ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ എല്ലാവരും ആരെയും ഒഴിവാക്കാതെ ദൈവകാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് റോമ 4:18-19. പ്രതീക്ഷ ഒന്നുമില്ലാണ്ടിരിക്കെ അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു. അവൻ പ്രതീക്ഷിച്ചതും വിശ്വസിച്ചതും ആരെയാണ്? ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് നിങ്ങൾ ആ ഫയൽ മടക്കിയെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ ഓപ്പൺ ചെയ്യുക. നീ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട നിനക്ക് വേണ്ടി അറ്റനിക്കോസ്റ്റ് കർത്താവിൻ്റെ തിരുസന്നിധി സ്വാധീനത്തോടെ മധ്യസ്ഥം വഹിക്കാനുള്ള ലോകത്തിൻ്റെ ഒരു ഇടത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹമൊത്തു വരാത്തവർക്ക് വേണ്ടി. കാര്യം 36 വയസ്സൊക്കെ ആയിട്ടും കല്യാണം നടക്കണില്ല, 33 കല്യാണം നടക്കണില്ല എന്നൊക്കെ പറയുമ്പോഴേ അതൊരു ശാരീരിക ആവശ്യം മാത്രമല്ല, അതൊരു മാനസിക ആവശ്യം കൂടിയാണ്. അപ്പം പിന്നെ എന്നാത്തിനാണ് ഇവിടെ ജീവിക്കണമെന്ന് പോലും തോന്നത്തില്ല. മറ്റുള്ളവരെല്ലാം കല്യാണം കഴിച്ച് അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഒറ്റയ്ക്കിരിക്കണവിടെ കണ്ണുനീര് നിങ്ങൾ കാണണം. നീ ക്രിസ്ത്യാനിയാണെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിവാഹമൊത്തു വരാത്തവരെ ഞങ്ങൾ വേദനയോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന മക്കളില്ലാത്തവരെ, ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അതിനെ സ്നേഹത്തോടെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അതിനുവേണ്ടി വിശ്വസിച്ച് ജീവിക്കുന്നവരെ അങ്ങേക്ക് ഏൽപ്പിക്കുന്ന കർത്താവിന്റെ കരുണ കൊടിയ കാറ്റുപോലെ അവിടെ മേൽ വീശി അടിക്കട്ടെ. ദൈവത്തിന്റെ പൈതലുകള് ദൈവനാമത്തില് സന്തോഷിക്കട്ടെ. അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരമ്മച്ചി ഇവിടെ സാക്ഷ്യം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിക്കുന്നത് ഒരു മുറിയെങ്കിലും തരാൻ വേണ്ടിയാണെന്ന്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട സാക്ഷ്യമാണോ അതോ നിങ്ങളിവിടെ പറഞ്ഞതാണെന്ന് ഓർക്കണില്ല. ആ സാക്ഷ്യം കേട്ടപ്പോഴെൻ്റെ മനസ്സിന് വല്ലാണ്ട് വേദന തോന്നിയായിരുന്നു. കാര്യം അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കരുത്. നിങ്ങൾ 5 മുറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു മുറിയിലൊന്നും കിടക്കാൻ പറ്റത്തില്ല. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുമ്പോൾ എങ്ങനെ നമ്മൾ ഒരു മുറി കിടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ദൈവത്തോട് സമർത്ഥമായി പ്രാർത്ഥിക്കുക. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. കാര്യം നമ്മളോട് കർത്താവ് പറഞ്ഞല്ല. എന്താ പറഞ്ഞത്? ഒരു മൈൽ നടക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ 2 മൈൽ നടക്കും. എന്നിട്ട് പിന്നെ അവസാനം ഈശോ എന്നാ പറഞ്ഞത്? അതുപോലെ നിങ്ങളും ചോദിക്കാൻ അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലേക്ക് ചൊരിയുമെന്ന് അല്ലേ? അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തോട് സമർത്ഥമായി തന്നെ ചോദിക്കണം. സമർത്ഥമായി ചോദിക്കണം. ദൈവം തരണം, നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വീട്ടിൽ സൗകര്യമില്ലാത്തവര്, കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കൃപ, സമാധാനത്തോടെ ജീവിക്കാൻ ദൈവത്തിന്റെ സൗകര്യങ്ങള് അവർക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ.
അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപ ഇരുന്നതിയെ അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപ ഇരുന്നതിയെ അനുദിനം നിൻ പാദഗതിയെ അടിയനു നിൻ കൃപമതിയെ അനുദിനം നിൻ പാദഗതിയെ അടിയനു നിൻ കൃപമതിയെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്നല്ലേ ഈശോ പറഞ്ഞത് യോഹന്നാൻ 14:1. അപ്പോഴേ പിതാവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. അങ്ങനെ വിശ്വസിച്ച് ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. ഇപ്പോൾ സാമ്പത്തികമായ കടങ്ങൾ വരുമ്പോൾ, കടക്കാരൻ നമ്മൾ വളയുമ്പോൾ അത് ആദ്യം നമ്മുടെ ബാധിക്കണ എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ് ബാധിക്കണം, അല്ലേ? അവരിന് തോന്നിയ വാസം നമ്മളെ പറയുമോ, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ. ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് കടക്കാരെ സാമ്പത്തികമായ വിഷമം അനുഭവിക്കുന്നവർ ഓർത്താണ്. ഞാൻ കർത്താവിൻ്റെ ദിവസം എപ്പോഴും നിൽക്കണമ്പോൾ ഞാൻ ഓർക്കുന്നത് കടക്കാരുള്ളവരാണ്. കാര്യം അവർക്കറിയാം അവരുടെ കടങ്ങൾ അവരുടെ ജന്മത്തിൽ വീട്ടാൻ പറ്റാത്തതാണെന്ന്. അവർക്കുണ്ടാക്കാൻ പറ്റിയ കാശത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർക്കറിയാം. ഇപ്പോൾ 15 ലക്ഷം 20 ലക്ഷം കടമുള്ളവരുണ്ട്, 1 കോടി 2 കോടി കടമുള്ളവരുണ്ടാവും. അപ്പോഴേ അവർ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെയാണ് നിൽക്കണത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവർക്കൊരു മാർഗം കാണിച്ചു കൊടുക്കും. എന്താ കാര്യം? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്തർത്ഥത്തിലായാലും വഴി ഞാനാണെന്ന്, വാതിൽ ഞാനാണെന്ന്, അല്ലേ? നമ്മളതിലാണ് വിശ്വസിക്കുന്നത്. അത്ഭുതകരമായി ദൈവം അവർക്ക് വഴി കാണിച്ചു കൊടുക്കണം. അവരിങ്ങനെ കാലാകാലങ്ങളെ ഇങ്ങനെ നെരിപ്പോട് പോലെ ഇങ്ങനെ ദ്രവിച്ച് പോകാൻ പാടില്ല. അവിടെ ഹൃദയം അസ്വസ്ഥമാകരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? അപ്പോഴേ നമ്മളുടെ കഴിവ് കൊണ്ട് ഇത് അസ്വസ്ഥ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യേണ്ടത്? കർത്താവിൻ്റെ കൃപയിൽ അത് പരിഹരിക്കപ്പെടണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സാമ്പത്തിക ബാധ്യതകളാലെ ഉറക്കം നഷ്ടപ്പെട്ടവരെ എന്തിനും ജീവിക്കണമെന്ന് പോലും അറിയാതെ ഇരവും പകലും അസ്വസ്ഥപ്പെട്ട് ജീവിക്കുന്നവരുടെ മേലെ സാമ്പത്തിക കടങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങള് അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശ്വര നാമത്തില് തെളിഞ്ഞു വരട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇനി വരുമാന മാർഗങ്ങൾ നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളാണിതെല്ലാം. അച്ഛൻ ആരാധനയ്ക്ക് എപ്പോഴും വെക്കുന്നത് ഉടമ്പടിയിൽ എന്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കണേ. വരുമാന മാർഗങ്ങൾ, കട കമ്പോളങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, സർവീസ് ജോലികൾ, വിദേശ ജോലികൾ, PR പെർമനൻ്റ് വിസ, അതുപോലെ തന്നെ സ്റ്റഡി വിസ, നൈപുണ്യ പരീക്ഷകൾ, അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകൾ, ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വരുമാനവും ജോലിയുമായി ബന്ധപ്പെട്ട മേഖലകളാണ് ഇപ്പോഴും പരിശുദ്ധാമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടത്. നിൻ്റെ എക്സാം ഡേറ്റ്, ഇൻ്റർവ്യൂ ഡേറ്റ് എല്ലാം ഓർക്കുക. ഡേറ്റുകൾ പ്രധാനപ്പെട്ടതാണ്. കൃപാസനത്തിൽ അമ്മ സമയഘടികാരം നെഞ്ചിച്ചാർത്തി പ്രത്യക്ഷപ്പെട്ടത് സമയത്തിന് മേലുള്ള അധികാരിയാണെന്നുള്ള സൂചനയാണ് നൽകണത്. നമ്മുടെ പ്രധാനപ്പെട്ട നിർണായകമായ സമയങ്ങൾ ജപ്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ്തിയുടെ സമയം നീ ഓർക്കുക, ഡേറ്റ്. കോടതി കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസിൻ്റെ ഡേറ്റ് ഓർക്കുക. IELTS പോലെയുള്ള നൈപുണ്യ പരീക്ഷകളുടെ ഡേറ്റുകൾ ഓർക്കുക. MOH, HAD, OET എല്ലാ പരീക്ഷകളുടെയും ഡേറ്റുകൾ ഓർക്കുക. PT എക്സാമിനേഷൻ്റെ ഡേറ്റ് ഓർക്കുക, ഡേറ്റുകൾ ഓർക്കുക. കാര്യം ആ മേഖലയിൽ കുറേ കൃപകളാണ് ചൊരിയേണ്ടത്.
ഞാൻ ശുശ്രൂഷ തുടങ്ങിയിട്ട് കാലനൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇക്കാലങ്ങളിലാണ് ഈ പ്രൊഫഷണൽസിനെ കർത്താവ് വല്ലാണ്ട് സഹായിക്കണ കണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരാഴ്ച ഒരു മാസമൊക്കെ 100 പേരൊക്കെ പ്രൊഫഷണൽസ് എല്ലാ മേഖലകളിലുമുള്ള IIT പോലെയുള്ള ഹൈ പ്രൊഫഷണൽ ദേശീയ പഠന കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർക്കും സാക്ഷ്യം പറയണ കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും. എല്ലാ മേഖലയും അമ്മ സ്പർശിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും, എല്ലാ മേഖലയുമുള്ളവർ, ഇനി സ്ഥലമളവ് കൂടെ ടെൻഷൻ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. രജിസ്റ്റർ കച്ചേരിയിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്ന ഡേറ്റുകൾ നിങ്ങൾക്കറിയാമല്ലോ. ഒപ്പിട്ട് കിട്ടിയാലേ കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സ്ഥലമളവും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ആളിട്ടച്ചും പോണ കാണാം. തഹസിൽദാരും RDOയും വില്ലേജ് ഓഫീസറും പോലീസും ഒക്കെ വന്നാലും, കോടതി ആമീൻ വന്നാലും ഇട്ടച്ചും പോണ കാണാം. കാര്യം കൺസെൻ്റ് എന്ന് പറയുന്നത് വ്യക്തികളുടെ സ്വകാര്യമായ ഇഷ്ടാനിഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന വൈകാരിക പ്രശ്നമായതുകൊണ്ട് ചില ആൾക്കാർ വിചാരിക്കും വന്നോടത്ത് വെച്ച് കാണാം, വരുമ്പോൾ കാണാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ദാർഢ്യത്തോടെ പോകും. അപ്പോൾ ലോകത്തിൻ്റെ അരൂപി ശക്തമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുകയും സ്ഥലം പൊക്കുപോലെ ചെയ്യാതിരിക്കുകയും വിറ്റുമാറാതെ കൊണ്ട് കല്യാണം നടക്കാതിരിക്കുകയും മക്കൾക്ക് ജോലി കൊടുക്കാതിരിക്കുകയും ജോലിക്ക് വേണ്ടി കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴെല്ലാം പെൻഡിങ് ആകും. അപ്പം അങ്ങനെയുള്ള എല്ലാ സിവിൽ സർവീസ് മേഖലകളിലും റവന്യൂ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഈശോ അങ്ങയുടെ മക്കളെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും മേഖലകളിലും ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കട്ടെ, ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കട്ടെ. ലോർഡ് ജീസസ് കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, കൃപമതിയേ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ. Praise the Lord. വിശ്വാസ പ്രമാണം ചൊല്ലുക. Lord Jesus Christ, pour out His Spirit, touch the fire finger, soak with the precious blood. I cast disease and root cause from you. By God the Father Almighty, who made heaven and earth and the contain, let the devices power device regions, Satan's attacks and machinations be dispelled and torn far from you. Let me bless him, bringing health and body and peace and harmony to the family. And the 30th Catholic Church, with the power of Jesus Christ, with the merit of our holy priesthood, I bless and hallow these relics. സ്തുതിക്കട്ടെ ശ്രമേർത്തി യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാൻ തിരുകുമാരനും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ അൾത്താരെ കയറിയെന്ന് സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് റെജീന എന്നാണ്. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് ഇവിടെ വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജൂലൈ 28 അത് കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി പോയി. എൻ്റെ അടുത്ത പ്രാവശ്യവും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി.
മൂന്നാമത്തെ പുതുക്കലിലൂടെ 7 വർഷമായി ഞാൻ എൻ്റെ വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന 1 സെൻറ്റ് വസ്തുവിന് വേണ്ടി ഞാൻ പൈസ കൊണ്ട് കൈ കൊടുത്തിട്ട് പോലും ആ പൈസ തിരിച്ചു കൊണ്ട് തന്ന് എനിക്കത് തരില്ല എന്ന് പറഞ്ഞു പോയതാണ്. ഞാൻ ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ഞാൻ അവിടെ ആ വസ്തുവിനകത്തിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി, അതായത് 2025 ജനുവരി 1-ാം തീയതി വെളുപ്പിന് 6 മണിക്ക് ഞാൻ കടയിൽ ചെന്ന് കട തുറന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, റെജീന, ഞാൻ ആ വസ്തു നിനക്ക് തന്നേക്കാം, പൈസ എനിക്ക് എത്രയും വേഗം വേണമെന്ന്. ഞാനപ്പോൾ എൻ്റെ മാതാവിന് 1000 നന്ദി പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ആ വസ്തു എനിക്ക് കിട്ടാതെ പോയാൽ എനിക്ക് അത്രത്തോളം നഷ്ടമുണ്ട്. ആ വസ്തുവിനകത്തിലാണ് എൻ്റെ ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റും വേസ്റ്റ് ക്ലോസറ്റും എല്ലാം അതിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അവരത് JCB കൊണ്ടുവന്ന് നിരത്തി കഴിഞ്ഞാൽ എനിക്കത് പിന്നെ രണ്ടാമത് നിലനിർത്തി കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം 3 സെൻറ്റ് വസ്തുവാണ് എനിക്ക് ആകെ ഉള്ളത്, അതിനോട് ചേർന്നുള്ള ഈ 1 സെൻറ്റ്. അങ്ങനെ ആ ഒരു നല്ലൊരു പ്രവൃത്തി എനിക്ക് മാതാവ് എനിക്ക് നടത്തി തന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കാലിൽ 15 വർഷമായിട്ട് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു കാലിൽ നിറയെ വെരിക്കോസ് ഉണ്ടായിരുന്നു, അത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് കളഞ്ഞതാണ്. രണ്ടാമത്തെ കാലിൽ പിന്നെ കാലിൻ്റെ മടക്കിന് കുമിള പോലെ നെല്ലിക്ക വലിപ്പത്തിൽ 2 എണ്ണം ബ്ലഡ് നിറത്തിൽ ഇങ്ങനെ വന്ന് കിടന്നു. അത് എനിക്ക് അതിയായ വേദനയായിരുന്നു. കാല് മടക്കി വെക്കാനോ നടക്കാനോ ഒന്നും കഴിയില്ലായിരുന്നു. അതിൽ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ അന്ന് മുതൽ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കുരിശ് വരച്ച് തേക്കുകയും അതോടൊപ്പം തന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 6 മാസക്കാലത്തോളം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ആ കുമിള പോലെ നിന്നതിനകത്ത് ഒരു ശകലം ഉപ്പ് വെള്ളത്തിൽ തൊട്ട് ഞാൻ ആ കാലിൽ കുരിശ് വരച്ചു. അന്ന് വൈകിട്ട് എനിക്ക് ഒരു വിധത്തിലും എൻ്റെ കാല് മടക്കാനോ നിവർക്കാനോ വയ്യ, എനിക്ക് മുട്ടുകുത്തി ഇന്ന് പ്രാർത്ഥിക്കാൻ വയ്യ, ഒന്നും വയ്യാത്ത സാഹചര്യത്തിലിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് കാല് കൊണ്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാം, നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം. ഞാൻ പറഞ്ഞു വേണ്ട, അതെൻ്റെ അമ്മ മാതാവ് എന്ന് ഉണ്ടെങ്കിൽ എനിക്കത് മാറ്റിത്തരുമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും 3-4 ദിവസം ഞാൻ ആ വേദന അനുഭവിച്ചു എങ്കിൽ തന്നെയും അത് ആശുപത്രിയിൽ കൊണ്ട് കരിച്ചു കളയും പോലെ അതെനിക്ക് പരിപൂർണമായി മാറ്റി തന്നു. അതിനോടൊപ്പം തന്നെ കാലിന് മുട്ടിന് മേളിൽ കാലിന് വട്ടമുണ്ട്, അതേപോലെ കുമള പോലെ വീർത്ത് വന്നു കിടന്ന വെരിക്കോസ് വെയിനകത്ത് ഞാൻ ഉടമ്പടി തൈലം തേച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഇതേപോലെ തന്നെ ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് ഞാൻ തേക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ വെരിക്കോസ് വെയിൻ ഫുള്ളായിട്ടും മാറ്റി തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മകളുടെ കാര്യമാണ്. എൻ്റെ മകൾക്ക് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 7 മാസക്കാലത്തോളം ഉടമ്പടി എടുത്തു കഴിഞ്ഞുകൊണ്ട് 7 മാസക്കാലത്തോളം അവൾക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ അൾത്താരയിൽ ജോസഫ് അച്ഛൻ ബ്ലീഡിങ് സംബന്ധമായ പ്രശ്നമുള്ളവർ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകളുടെ അടിവയറ്റിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. രക്തസ്രാവമുള്ള സ്ത്രീ ഈശോയുടെ അങ്കിയിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ച്, അതുപോലെ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൾക്ക് പരിപൂർണ സൗഖ്യം കിട്ടി. പിന്നെ ഇന്ന് വരെ അങ്ങനൊരു രോഗം അവൾക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ നല്ല സുഖമായിട്ടും സന്തോഷത്തോടെ ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ +1 പരീക്ഷയിൽ അവൾ വളരെ വീക്കായിരുന്നു. ഞാൻ ഉടമ്പടി ഉപ്പ് ഈ പ്രാവശ്യം +2 പരീക്ഷയിലേക്ക് പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് കൊടുത്തു വിടുമായിരുന്നു. ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് വിടുമായിരുന്നു. അതോടൊപ്പം തന്നെ കാശിരൂപം കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെയുള്ള പരീക്ഷ എഴുതി എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാകുവാൻ അമ്മ മാതാവ് അവളെ സഹായിച്ചു. പിന്നെ എല്ലാ ദിവസവും എനിക്ക് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും എൻ്റെ മാതാവിൻ്റെ
അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ സുഗന്ധ അഭിഷേകം എനിക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഇവിടെ ജോസഫ് അച്ഛൻ എൻ്റെ ഭവനത്തിൽ വന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഞാനിപ്പോൾ മുമ്പോട്ട് പോകുന്നു. ഈ ജീവിതത്തിൽ ആര് വന്ന് ഉടമ്പടി എടുത്താൽ ഞാൻ ഈ പത്രം കൊടുത്തിട്ട് ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ എത്രത്തോളം സന്തോഷവതിയാണോ അതേപോലെ നിങ്ങൾ സന്തോഷവരായിരിക്കും. അങ്ങനെ നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും ഇതേപോലെ തന്നെ ആയിത്തീരും. അമ്മ മാതാവ് എന്ന ഒരാളുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തും. അതുപോലെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ ഞാൻ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ കുഷ്ഠരോഗ ആശുപത്രിയിൽ പോവുകയും എല്ലാ പ്രാവശ്യവും ഉടമ്പടി പുതുക്കിയിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് പോവുകയും 1 മണിക്കൂറോളം അവരുമായിട്ട് സംസാരിച്ചിരിക്കുകയും അവർ പറയുന്ന നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യും. അടൂർ ആശുപത്രിയിൽ ചോറ് കൊണ്ടു കൊടുക്കുകയും പത്രം വിതരണം ചെയ്യുകയും ചെയ്യും. അതുപോലെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ആ ദേഷ്യമൊക്കെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൂടെ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ദേഷ്യത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്ന് ഇപ്പം എന്നോട് ആരെന്തു പറഞ്ഞാലും ഞാൻ സന്തോഷത്തോടു കൂടി ചിരിച്ചു തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം ഒരു അനുഗ്രഹം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ അമ്മ മാതാവ് എന്നോടൊപ്പം ഉണ്ടാകും എന്ന വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ എനിക്കൊരുപാട് രോഗസൗഖ്യങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ ഏതൊരു സമയത്ത് എനിക്ക് എന്തൊരു വേദന വന്നാലും, ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തൊരു വേദന വന്നാൽ പോലും ഞാൻ അതിലൊരു ശകലം എണ്ണയെടുത്ത് തൊടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ അമ്മ മാതാവ് മാറ്റിത്തരാറുണ്ട്. കാരണം ഞാനൊരു വിധവയാണ്. എൻ്റെ വീട്ടിൽ സഹായിക്കാനോ മറ്റൊരു വരുമാന മാർഗമോ ഒന്നുമില്ല. ഒരു ചെറിയൊരു ചായക്കട നടത്തിയാണ് ഞാൻ എൻ്റെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ മകളെ പഠിപ്പിക്കുന്നതും എൻ്റെ അമ്മയെ നോക്കുന്നതും എല്ലാം ആ ഒരു വരുമാനത്തിലാണ്. ഒരു മുട്ടില്ലാത്ത രീതിയിൽ എൻ്റെ അമ്മ മാതാവ് എന്നെ എല്ലാ ദിവസവും മുമ്പോട്ട് നയിക്കുന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ കടയിൽ പോകുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. അത് അരമണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കാം. ബൈബിള് വായിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അതുപോലെ തന്നെ വെളുപ്പിനത്തെ പ്രാർത്ഥന, ഇവിടുത്തെ ഡെയിലി പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും എല്ലാം കേൾക്കുകയും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് എല്ലാ ചൊവ്വാഴ്ചത്തെയും ധ്യാനം കേൾക്കാറുണ്ട്. അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാറുണ്ട്. അത് ചൊവ്വാഴ്ച എന്നുള്ള ധ്യാനം മാത്രമല്ല, ഞാൻ എല്ലാ ദിവസത്തെയും ധ്യാനങ്ങൾ വൈകിട്ട് വീട്ടിൽ പോയിരുന്നാണ് കേൾക്കുന്നത്. പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതം എനിക്ക് സന്തോഷകരമാക്കി തരട്ടെ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുക്കുമാരനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജിബി, ഞാൻ ചങ്ങനാശ്ശേരി ചീറഞ്ചിറ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ആദ്യം ഈ കൃപാസനത്തിൽ വരുന്ന 2022 വൈഫ് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. വൈഫിന് കുറേ അനുഗ്രഹങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2023 മെയ് 15-ാം തീയതി 13-ാം തീയതി ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ആ ഉടമ്പടി അനുസരിച്ചുള്ള ഒരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ട് ഉടമ്പടി സാക്ഷ്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒരു 3 മാസം 4 തവണയോളം പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് ഉടമ്പടിയിൽ അനുഗ്രഹങ്ങൾ വന്നത്. അപ്പം 4ാമത്തെ തവണ പുതുക്കാൻ ഇവിടെ വന്നപ്പോഴത്തേക്കിന് സാർ എന്നോട് ചോദിച്ചു, ഇതുവരെ ഉടമ്പടിയിൽ അനുഗ്രഹങ്ങളൊന്നും കിട്ടിയില്ലേ, ഇനി അനുഗ്രഹം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കത് ഒത്തിരി നാണക്കേടായി തോന്നി. കാരണം 4 പ്രാവശ്യം പുതുക്കിയിട്ട് ഉടമ്പടി കിട്ടിയില്ലെങ്കിൽ ഞാൻ വളരെ വേദനയോടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷേ അതിനുശേഷം അടുത്ത ഉടമ്പടി വരുന്നതിന് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ ഈ ഉടമ്പടി പുതുക്കണമെങ്കിൽ അമ്മ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം തന്നെങ്കിലേ പറ്റുള്ളൂ, തരാതെ ഞാൻ ഇനി ഉടമ്പടി പുതുക്കുകയില്ല, ഞാൻ ഇങ്ങോട്ട് വരികയില്ല. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞങ്ങൾക്കൊരു കാറുണ്ടായിരുന്നു, ഒരു ബൈക്കുണ്ടായിരുന്നു. ഈ കാറും ബൈക്കും എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ടിട്ട് എന്നും വഴി കിടക്കാനേ നേരമുള്ളൂ.
നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോഴും ഈ വണ്ടി വഴിക്ക് കിടന്ന് നാണക്കെട്ടിട്ടുണ്ട്. അപ്പം മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു വണ്ടി ഒന്ന് മാറിക്കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം. 2 വർഷമായിട്ട് ഞാൻ ഈ വണ്ടി മാറാൻ ശ്രമിച്ചു. കഴിഞ്ഞ ഉടമ്പടിയിൽ ഞാൻ ഈ നിയോഗം വെച്ചു, എനിക്ക് വണ്ടി രണ്ടും മോശമാണ്, എനിക്ക് സാമ്പത്തികമില്ല, ഇതൊന്ന് മാറിയെടുക്കാൻ എന്തെങ്കിലും ഒരു വഴി അമ്മ കാണിച്ചു തരണം. അതിന് ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിന് ശേഷം എനിക്കൊരു കാറ് വാങ്ങാൻ പറ്റി. അപ്പം ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് സാമ്പത്തിക ബാധ്യത ഉള്ളത് കാരണം അധികം ബാധ്യതയില്ലാത്ത രീതിയിൽ എനിക്കൊരു വാഹനം എടുക്കാൻ സാധിക്കണം. പക്ഷേ എന്തായാലും കൊള്ളാം, 1 മാസം കഴിഞ്ഞപ്പം ഒരു ബാധ്യതയില്ലാതെ എനിക്ക് കാറെടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബൈക്കും മാറിയെടുക്കാൻ പറ്റി. ഇത് രണ്ടിലും എനിക്ക് വലിയ സാമ്പത്തിക ബാധ്യതയൊന്നുമില്ല. ഈ ബൈക്കും കാറും എടുത്തത് അമ്മയുടെ അനുഗ്രഹമാണെന്ന് എനിക്ക് തെളിവ് പറയാനായിട്ടുള്ളത്, ഞാൻ പല വാഹനങ്ങളും OLX വഴി മേടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ OLX കണ്ട ഒരു വാഹനം മേടിക്കാൻ ഞങ്ങൾ കോട്ടയത്ത് ചെന്നപ്പോഴേ, കോട്ടയത്തെ ഒരു ഷോറൂമിൽ ചെന്നപ്പോൾ കണ്ടാൽ നല്ല വാഹനമാണ്, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു സാധാരണ ഒരു ബൈക്ക് എടുക്കാനോ കാർ എടുക്കാനോ പോകുമ്പം ഒരു മെക്കാനിക്കിനെ കൂട്ടിയാണ് എല്ലാവരും പോകാറുള്ളത്. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ വരാൻ മെക്കാനിക്ക് ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്, എന്തെങ്കിലും മോശമുള്ള വണ്ടിയാണെങ്കിൽ ഈ വണ്ടി എടുക്കാൻ എന്നെ അനുവദിക്കരുത്, അതിനെന്തെങ്കിലും തടസ്സം നിൽക്കണം. ഞങ്ങൾ അവിടെ ചെന്ന് വണ്ടി കണ്ടപ്പോൾ നല്ല വണ്ടിയാണ്, നമ്മളിത് എടുക്കാൻ തീരുമാനിച്ചു, ഫൈനാൻസ് കിട്ടും. അങ്ങനെ നിന്നപ്പോഴത്തേക്കിന് ഞാൻ ഈ വണ്ടിയുടെ കേസിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതിനെന്തെങ്കിലും ഒരു തടസ്സം അല്ല മോശമാണെങ്കിൽ അമ്മ അതിനൊരു തടസ്സം നിൽക്കണം, അല്ല അതിന് പറ്റിയൊരാളെ കാണിച്ചു തരണം. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് തന്നെ ഒരു വ്യക്തി വേറൊരു വാഹനം നോക്കാൻ അവിടെ വന്നു. ആ വ്യക്തി വേറൊരു വാഹനം നോക്കിയിട്ട് മോശമാണെന്ന് പറഞ്ഞു പോയി. ഞാൻ ആ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഇവിടെ ആരുമില്ല, ഈ വാഹനം നല്ലതാണോ എന്നൊന്ന് നോക്കിയിട്ട് പറയണം. അമ്മ അന്നേരത്തേക്ക് ആ പുള്ളി പറഞ്ഞു നോക്കാം. ഞങ്ങൾ ഈ വണ്ടി ഈ പുള്ളിയെ കാണിച്ച്, പുള്ളി എൻ്റെ ബോണറ്റൊക്കെ പൊക്കി നോക്കിയതിന് ശേഷം പറഞ്ഞു, ഈ വണ്ടി ഒരു കാരണവശാലും എടുക്കരുത്, ഇത് മൊത്തം ഇടിച്ച് നശിച്ച വണ്ടിയാണ്. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ആ വണ്ടി എടുക്കാൻ പോകാൻ വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതെടുത്തിരുന്നെങ്കിൽ ഞാനിത് പണിത് പഴയ വണ്ടി പോലെ ആയേനെ. പക്ഷേ ആ കൃപ അത് അമ്മ പിന്നെ ഒരു ദിവസത്തിൽ ഈ ആലപ്പുഴ തന്നെ ഒരു നല്ല വണ്ടി എടുക്കാൻ എനിക്ക് കൃപ തരികയും ചെയ്തു. പിന്നെ എനിക്ക് അടുത്തുള്ളത് ഞങ്ങളെ കുടുംബത്തിൽ സമാധാനക്കുറവാണ്. പല കാര്യങ്ങളും ഒരാവശ്യമില്ലാതെയാണ് വീടുകളിൽ വഴക്കുണ്ടാകുന്നത്. ഒരാവശ്യമില്ല, നമ്മൾ പറയേണ്ട കാര്യത്തിലല്ല വഴക്കുണ്ടാകുന്നത്. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഞാൻ നിയോഗം വെച്ച്, ഈ പ്രാവശ്യവും ഞാൻ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച്, അമ്മേ ഈ കുടുംബത്തിലെ സമാധാനക്കേടൊന്നും മാറ്റി തരണം. അമ്മ അതിൻ്റെ അനുഗ്രഹം എനിക്ക് തന്നു. കഴിഞ്ഞ 5 മാസമായിട്ട് വീട്ടിലൊരു വഴക്കുമില്ല, സമാധാനമായിട്ട് പോകുന്നു. അതുപോലെ തന്നെ ഞാൻ ബൈക്കിൽ പോകുമ്പോൾ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരാവശ്യവും ഇല്ലാത്തൊരു വഴിയിൽ ഞാൻ പെട്ടെന്നങ്ങ് വീഴുകയായിരുന്നു. വീണപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പരുക്കുമില്ല, വണ്ടിക്കും പരുക്കില്ല, പക്ഷേ ഇതിനകത്ത് വഴി മാതാവിന് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൽ ചെറുതായിട്ടൊരു നീര് വന്നു. ഞാനിതുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഷുഗർ പരിശോധിക്കണം. ഞാൻ ഇന്നേ വരെ ഷുഗർ പരിശോധിച്ചിട്ടില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഷുഗർ പരിശോധന വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് എനിക്ക് ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഷുഗർ പരിശോധിക്കുകയില്ല. എൻ്റെ ഷുഗർ പിന്നെയും കൂടുതലായി, അതിലും വലിയ അപകടത്തിലൂടെ പോവുമായിരുന്നു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ആ മാതാവിൻ്റെ കൃപ കൊണ്ടാണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്. അതുകൊണ്ടാണ് എനിക്കൊരു അപകടവും പറ്റിയില്ല. എനിക്ക് ഈ ഒരു വിഷയം അമ്മ എനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇപ്പോൾ എനിക്ക് ഷുഗർ നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ 5:30 ഞങ്ങൾ കൃപാസനത്തിൽ പ്രാർത്ഥന കൂടാറുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥന, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കൂടുന്നുണ്ട് എല്ലാ ദിവസവും 5:30 ഡെയിലി ബ്രെഡിനകത്ത്. അതിനകത്ത് നിയോഗം ഞങ്ങൾ വെക്കുന്ന എല്ലാ നിയോഗവും മാറാൻ സാധിച്ചില്ല. ഞാൻ ഒരു പ്രിൻറ്റിങ് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, പൊതുവേ ഓർഡർ കുറവാണ് എനിക്ക്. എങ്കിൽ പോലും നിയോഗം വെച്ച് ഞാൻ അന്ന് പ്രാർത്ഥിച്ച അന്നൊരു ഓർഡർ മാതാവ് കൊണ്ടു തരും. എനിക്ക് എങ്ങും പോകണ്ട. ഈ നിയോഗം വെച്ച അന്ന് ദിവസങ്ങളിലെല്ലാം എനിക്ക് മാതാവ് ഇതുപോലത്തെ ഓരോ ഓർഡറുകൾ എനിക്ക് തന്നുകൊണ്ടിരിക്കും. അതിന് മാതാവിന് ഒരുപാട് നന്ദി. യേശുവിനെ ഞാൻ കർത്താവും രക്ഷകനും ആയിട്ട് ഏറ്റുപറയുന്നു. ഏറ്റുപറച്ചിലാണ് ഏറ്റവും വലുത്. എൻ്റെ യേശുവിനെ ഞാൻ ഈ നിയോഗത്തിൽ എല്ലാം സാധിച്ചത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവും രക്ഷകനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. കഴിഞ്ഞ കുറേ കാലം 10-15 വർഷമായിട്ട് ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരധ്യായം പോലും വായിച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഈ നിയോഗം എടുത്ത്, ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ സമ്പൂർണ്ണ ബൈബിൾ വായിക്കാൻ പറ്റി, മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റി. അതുപോലെ തന്നെ പ്രാർത്ഥനാത്മക ജീവിതം
നയിക്കാൻ എനിക്ക് കൂടുതൽ സാധിച്ചു. പണ്ടത്തെ ഒരു പ്രാർത്ഥനയിലല്ല, ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവും. ഒരു ദിവസം പോലും പള്ളിയിൽ പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോവും. പള്ളിയിൽ പോയില്ല എനിക്ക് ഭയങ്കര വിഷമമാണ്, എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ 4:30 എഴുന്നേറ്റ് എല്ലാ ദിവസവും പള്ളിയിൽ പോവും. എനിക്ക് എല്ലാ കൃപകളും തന്ന എൻ്റെ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി രോഗികളെ കാണാറുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ക്യാഷായിട്ടും അല്ലാത്ത സഹായമൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുമ്പോഴത്തേക്കിന് മാനസിക രോഗമുള്ളവരൊക്കെ വഴി കാണാറുണ്ട്. അവർക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അവരുടെ സന്തോഷം കാണും. അവർ കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം എനിക്ക് എൻ്റെ മനസ്സ് നിറയുകയും ചെയ്യും. അങ്ങനെ പലപ്പോഴും ഞാനിങ്ങനെ വഴിയെ പോകുന്ന ഈ മാനസിക രോഗികൾക്കൊക്കെ ഇതുപോലെ ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ പ്രകാരത്തിൽ 2 പേര് ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെ വെഞ്ചരിച്ച കാശ് തൈലം പുരട്ടിയാണ് ഞാൻ ഈ കൃപാസനത്തിൻ്റെ പത്രം ഓരോരുത്തർക്കും കൊടുക്കുന്നത്. വീട്ടിലിരുന്ന എല്ലാ പേപ്പറിലും ഞാൻ കൃപാസനത്തിൻ്റെ തൈലം പുരട്ടിയതിന് ശേഷമാണ് ഞാനിത് കൊണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് കൃപ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന്, മാതാവിൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.